ഇനി നമുക്ക് ക്രോഷ്യ ചെയ്ത ഒരു ക്യൂട്ട് ഇയറിങ്സ് ഉണ്ടാക്കി എടുത്താലോ. ഞാനിവിടെ വൈറ്റ് കളറിയാണ് എടുക്കുന്നത്. സോ ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ 2 ചെയിൻ ഫോം ചെയ്യുക, എന്നിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 2 ചെയിൻ ഫോം ചെയ്യുക, എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ റെഡിയാവും. ഇതുപോലെ 4 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് പെറ്റലിൽ നിന്ന് ഫസ്റ്റ് പെറ്റലയിലോട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഒന്ന് ചെയ്ത് ടൈ ചെയ്ത് കൊടുത്തിട്ട് മാജിക് റിങ് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡിയാവും, നല്ല കുഞ്ഞായിട്ട്. ബാക്കിയാണൊന്ന് ടൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് യെല്ലോ കളറിലെ യാണ് എടുക്കുക, ഒരു സ്ലിപ്പ് നോട്ട് ഇടുക, 4 ചെയിൻ അതേ ഫോം ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ചെയിനിൽ നിന്നൊന്ന് പുള്ളി ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നോട്ട് അവിടെ വീണ് അങ്ങനെ കിട്ടും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കെട്ട് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ആ യാൺ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു റിങ് അതിൽ അറ്റാച്ച് ചെയ്യുക, ഹാങ്ങിങ് കൂടെ ഇടുക. നമ്മുടെ ക്രോഷ്യ ഇയറിങ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ സംഭവം സിമ്പിൾ അല്ലേ? ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.